ആസ്മാറ്റിക് പേഷ്യൻസ് എന്തായാലും ചെയ്തിരിക്കേണ്ട ഒരു ടെസ്റ്റ് ആയിട്ട്. ഡെഫിനറ്റ്ലി നമ്മുടെ നാട്ടിൽ ശരിക്കും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ റെവല്യൂഷണറൈസ്ഡ് ആവണം സ്കിൻ പ്രിക് ടെസ്റ്റ്. അതിന് സ്റ്റിഗ്മ വരേണ്ട ആവശ്യമില്ല. അതൊരു പെയിൻലെസ് ആണ്. ഓൾറെഡി ഡോക്ടർ പറഞ്ഞത് സ്കിൻ പ്രിക് ടെസ്റ്റ് എന്ന് ഒരു പെയിൻലെസ് പ്രൊസീജിയർ ആണ്, ഈസി പ്രൊസീജിയർ. ഓൺലി തിങ് യു ഷുഡ് ഹാവ് എ പ്രോപ്പർലി ട്രെയിൻഡ് ഡോക്ടർ ഫോർ ഡൂയിങ് സ്കിൻ പ്രിക് ടെസ്റ്റ്. അത് പ്രോപ്പർ ടെക്നിക്കലി ചെയ്യാന്നുള്ളത് മാത്രമേ അതിനൊരു പ്രീ റിക്വസ്റ്റ് ഉള്ളൂ. ആന്റിജൻസ് അക്വയർ ചെയ്യുക, നമ്മൾ പ്രോപ്പർലി അത് ചെയ്യുക. നമ്പർ ഓഫ് ആന്റിജൻസ് ചുരുക്കി വെക്കുക. അലർജിക് റൈനൈറ്റിസിനേക്കാളും കൂടുതൽ ആസ്മ ഭയങ്കര പ്രോഗ്രസീവാണ്. എയർവേ റീമോഡലിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ട്രീറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഹോൾട്ട് ചെയ്യണമെങ്കിൽ ഓൺലി അവൈലബിൾ ട്രീറ്റ്മെന്റ് ഈസ് ഇമ്മ്യൂണോതെറാപ്പി. പ്രസന്റ് ഡേയിൽ ഓൺലി അവൈലബിൾ ട്രീറ്റ്മെന്റ് വിത്തൗട്ട് സൈഡ് എഫക്ട്സ്, വളരെ ഈസി ടു ടേക്ക് ഈസ് ഇമ്മ്യൂണോതെറാപ്പി. വിത്ത് ഒരുപാട് സ്റ്റഡീസ് ഉണ്ട്, പ്രൂവൺ ആയിട്ടുള്ള ഒരുപാട് സ്റ്റഡീസ് ഉണ്ട്. ഇറ്റ്സ് വെരി എഫക്റ്റീവ്. അപ്പോൾ അത് ഒരു ഫുൾ ബ്ലോൺ ആസ്മയിൽ നമ്മൾ തന്നെ ഇമ്മ്യൂണോതെറാപ്പി റെക്കമെൻഡ് ചെയ്യില്ല. കാരണം അവർക്കൊരു റിക്കവറി പാടാണ്. കാരണം അനാറ്റമിക്കൽ ചേഞ്ചസ്, അതായത് ഓൾറെഡി അവർ ശ്വാസകോശത്തിൽ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ടാവും. അതേസമയം നമ്മൾ ഒരു ഏർലി ആസ്മ, ഒരു അലർജിക് റൈനൈറ്റിസിലൊക്കെ ഇമ്മ്യൂണോതെറാപ്പി ചെയ്താൽ റെസ്പോൺസ് വിൽ ബി വെരി ഗ്രേറ്റ്. അവർക്ക് ഭയങ്കര ക്വാളിറ്റി ഓഫ് ലൈഫ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും.